എല്ലാവർക്കും ന്യൂട്ടൺ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമാണ്. കുറേ നാളായല്ലേ നമ്മളൊരു നല്ല നൈറ്റ് ഡ്രൈവ് പോയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു നൈറ്റ് ഡ്രൈവ് പോയാലോ? കുറേ നാളുകളായിട്ട് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുന്നൊരു കാര്യമാണ് നമുക്ക് നൈറ്റ് ഡ്രൈവ് ഒന്ന് പോകണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്ഥിരം റൂട്ടായിട്ടുള്ള അതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിലാണ് നമ്മൾ നൈറ്റ് ഡ്രൈവ് പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ വൈകുന്നേരം ചെക്ക് പോസ്റ്റ് അടക്കുന്ന ആ ഒരു ടൈമിൽ 6 മണിക്ക് തന്നെ നമ്മൾ കാടിനകത്തേക്ക് കയറി. കുറച്ച് നാളായിട്ട് ഇവിടെ പാലം പണി നടക്കുന്ന കാരണം വണ്ടികളൊന്നും വിടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ആനിമൽസിനെ സ്പോട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. അങ്ങനെ കാട്ടിലേക്ക് നമ്മൾ കയറി ഫസ്റ്റത്തെ ആ ഒരു പാലം എത്തിയപ്പോൾ തന്നെ തൊട്ട് സൈഡിലായിട്ട് ഒരു മോഴാന നിൽക്കുന്നുണ്ടായിരുന്നു. തൊട്ട് സൈഡിലെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ദൂരെയായിട്ടാണ് നിൽക്കുന്നത്. വൈകുന്നേരം പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. എന്തായാലും നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആനയെ കിട്ടിയത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രതീക്ഷയും വലുതാണ്. നമ്മൾ കാട്ടിലേക്ക് കയറി തുടങ്ങിയ ആ ഒരു ടൈമിൽ ശരിക്കും ലൈറ്റ് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ കാട്ടിൽ മിക്ക സ്ഥലങ്ങളിലും ചില ഭാഗങ്ങളിൽ നല്ല ഇരുട്ടും ചില ഭാഗങ്ങളിൽ ഇതുപോലെ ഡേ ലൈറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിലുള്ള കാഴ്ചകൾ കാണാനായിട്ട് പറ്റുക. അതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിലെ ഈ നൈറ്റ് ഡ്രൈവ് അല്ലെങ്കിൽ ഈ വൈകുന്നേര സമയമുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. ഈ റൂട്ടിൽ പോയിട്ടുള്ള ആളുകൾക്ക് ഞാനത് പറയുമ്പോഴേക്കും നല്ല രീതിയിൽ കണക്റ്റ് ആവും. ഈ കാണുന്നത് നമ്മുടെ പുളിയിലപ്പാറ എന്ന് പറയുന്നൊരു ജംഗ്ഷനാണ്. നമ്മൾ ഈ കാണുന്ന മ്ലാവിനെ മിക്ക സമയങ്ങളിലും ഈ പുളിയിലപ്പാറയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിനു മുമ്പും നമ്മൾ വാൽപ്പാറ റൂട്ടിൽ പോകുമ്പോൾ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ഈ മ്ലാവിനെ നമ്മൾ പലതവണ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന വണ്ടി കാടിന് നടുക്ക് വെച്ച് പഞ്ചറായതാണ് കേട്ടോ. അപ്പോൾ അവർ ടയറെല്ലാം മാറ്റി കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിന്നില്ല. ഇതിനു മുമ്പ് ഇതേ റൂട്ടിൽ പോയ ടൈമിൽ നമ്മുടെ വണ്ടിയും പഞ്ചറായിട്ടുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലൊക്കെ ഈ റൂട്ടിൽ കയറാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ടയറിൻ്റെ കണ്ടീഷനും അതുപോലെ തന്നെ വണ്ടിയുടെ കണ്ടീഷനും നല്ലതാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കയറുക. കാരണം ഈ റൂട്ടിൽ ആനയുടെ പ്രസൻസ് വളരെ അധികമുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ച് വഴിയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി അവിടെ ഇട്ടിട്ട് പോന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വണ്ടിയുടെ കണ്ടീഷൻ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഈ പോകുന്ന വഴിക്ക് നോക്കിക്കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടവും നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു കാഴ്ച നോക്കി ഒരാൾ സൈക്കിളിൽ വരുന്നുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ കാട്ടിലാരാ എങ്ങനെ സൈക്കിൾ ഓടിക്കുന്നത്? ഇവിടെ അത് അലൗഡ് ആണോ? ഇവിടെ അലൗഡ് അല്ല. നമ്മളിപ്പോൾ കണ്ടത് ഇവിടുത്തെ ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ താമസിക്കുന്ന ആളാണ്. അവർക്ക് അവരുടെ ലോക്കലായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നടന്നോ സൈക്കിളിലോ ഒക്കെ ആയിട്ട് പോകാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് റോഡിൻ്റെ നടുക്ക് നിൽക്കുന്ന ഈ കാണുന്ന കൂരമാനായിരുന്നു. നമ്മുടെ മാൻവർഗത്തിൽ തന്നെ ഏറ്റവും ചെറിയ ആനിമലായിട്ടുള്ള മൗസ് ഡിയർ ആണ് ഈ കാണുന്നത്. സാധാരണ വണ്ടികൾ വരുന്നത് കാണുമ്പോൾ ഇവർ പെട്ടെന്ന് ഓടിപ്പോകുന്നതുകൊണ്ട് തന്നെ ഇവരങ്ങനെ വീഡിയോയിലോ അല്ലെങ്കിൽ ഫോട്ടോയിലോ കിട്ടാറുമില്ല. അങ്ങനെ കൂരമാൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ജസ്റ്റ് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് റോഡിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഒരു വലിയ മെയിലായിട്ടുള്ള കാട്ടി നിൽക്കുന്നത് കണ്ടത്. നമ്മൾ ഈ വാൽപ്പാറ റൂട്ടിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് മോസ്റ്റ്ലി റോഡിൻ്റെ സൈഡിൽ കിട്ടാറുള്ള ഒരു ഐറ്റം തന്നെയാണ് കാട്ടികൾ. ഇതിനു മുമ്പ് നമ്മൾ പലതവണ വന്നപ്പോഴും എല്ലാ തവണയും നമുക്ക് മെയിലായിട്ടുള്ള കാട്ടികളെ റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കാട്ടിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയത് ഈ കാണുന്നൊരു മ്ലാവാണ്. ഇന്നത്തെ നമ്മുടെ നൈറ്റ് ഡ്രൈവിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ ഇവിടെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ആനിമൽസിനെ മാത്രമല്ല, കാടുകളിൽ വളരെ റെയറായിട്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ അതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നീൽഗിരി മാർട്ടിൻ എന്ന് പറയുന്ന ആ ഒരു ആനിമലിനെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. അതും ഒരെണ്ണമല്ല, ഒരു പെയറിനെ. സാധാരണ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഒക്കെ ഈ നീൽഗിരി മാർട്ടിൻ്റെ ഒരു വീഡിയോ കിട്ടാനായിട്ട് ഒരുപാട് വർഷങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് മാസങ്ങളോ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. എന്തായാലും അത് വെച്ച് നോക്കുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഈ ഒരു യാത്രയിൽ അതിൻ്റെ വിഷ്വൽസ് കിട്ടിയത് വളരെ ഹാപ്പിയും അതുപോലെ തന്നെ വളരെ ലക്കി ആയിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെയായിരുന്നു. റോട്ടിൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടോ കിടക്കുന്നുണ്ടല്ലേ, അതിൻ്റെ അർത്ഥം ആന ഈ ഭാഗത്ത് എവിടെയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ട് ശ്രദ്ധിച്ച് വളവെല്ലാം തിരിഞ്ഞു ചെന്നപ്പോഴാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഈറ്റക്കാടിനകത്തായിട്ട് ഒരു ആന നിൽക്കുന്നത് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആന മാത്രമാണോ അവിടെ നിൽക്കുന്നതെന്നുള്ളത് അറിയില്ല. കുറച്ചു നേരം ആളവിടെ നിന്നതിന് ശേഷം വീണ്ടും അകത്തേക്ക് കയറിപ്പോയി. അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോഴാണ് ഈ കാണുന്ന 3 ആനകളെ നമുക്ക് കാണും. മുന്നോട്ട് ചെന്നപ്പോഴാണ് റോഡിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഈ കാണുന്നൊരു പിടിയാന നിന്ന് ഫുഡ് കഴിക്കുന്നത് കണ്ടത്. നമ്മൾ നിൽക്കുന്ന റോഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു തിട്ടയിലാണ് ആൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതയില്ല. പിന്നെ ഈ ആന നിൽക്കുന്നതിൻ്റെ പുറകിലായിട്ട് വേറെ ആനകൾ നിൽക്കുന്നുണ്ട്. കാരണം അവിടെ കമ്പെല്ലാം വലിച്ചൊടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. എന്തായാലും നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ ബാക്കി ആനകളെ ഒന്നും നമുക്ക് കാണാനും പറ്റുന്നില്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ആനകളെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്.
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ കുറച്ച് ജീവികൾ കിടക്കുന്നത് കാണുന്നില്ലേ, അതെന്താണെന്നുള്ളത് പുറകെ വരുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ ആനയെ കാണാനായിട്ട് ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞതിനൊരു റീസൺ ഉണ്ട്. കാരണം ഒരുപാട് ഈറ്റയും അതുപോലെ തന്നെ കുടിക്കാനായിട്ടുള്ള വെള്ളവും സൈഡിലുള്ളത് കൊണ്ട് തന്നെ ആനകൾ മിക്കപ്പോഴും വന്ന് തമ്പടിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ രാവിലെ ആണെങ്കിലും അതല്ല നൈറ്റാണ് വരുന്നതെങ്കിൽ പോലും ഈ ഡാമിൻ്റെ റിസർവോയർ ഏരിയ കാണാൻ പറ്റുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് മിക്കപ്പോഴും ആനകളെ കാണാനായിട്ട് പറ്റും. ഈ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡിൻ്റെ പല സ്ഥലങ്ങളിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടവും നല്ല പഴക്കമുള്ള ആനപ്പിണ്ടവും എല്ലാം നമുക്ക് കാണാം. അതിൻ്റെ അർത്ഥം ഈ ഭാഗത്ത് മിക്കപ്പോഴും ആനകൾ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റോഡിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഒരു വലിയ ആന നിൽക്കുന്നത് കണ്ടത്. ആളുടെ വലിപ്പം എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് പിടിയാന ആവാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത് മിക്കവാറും ഒരു മോഴയാന തന്നെ ആയിരിക്കും. എന്തായാലും ആനയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ റോഡിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഒരു മ്ലാവ് നിൽക്കുന്നുണ്ട്. ഈ റൂട്ടിൽ നമുക്ക് മ്ലാവുകൾ കാണാനായിട്ടുള്ള ചാൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ അധികമാണ്. ഈ മ്ലാവുകളും കാട്ടികളും ഒക്കെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഈ വാൽപ്പാറ റൂട്ടിൽ നമുക്ക് മിക്ക സ്ഥലങ്ങളിലും ലെപ്പേർഡിനെ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലെപ്പേർഡ് നമ്മുടെ വണ്ടിയുടെ സൗണ്ട് കേട്ട് പെട്ടെന്ന് മാറിക്കളയുന്നതുകൊണ്ട് തന്നെ നമുക്ക് മിക്കപ്പോഴും ലെപ്പേർഡ് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സ്പോട്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിനു മുമ്പ് ഒരു തവണ വന്നപ്പോൾ നമ്മുടെ അമ്പലപ്പാറ IBയിലേക്ക് തിരിയുന്ന ആ വഴിയുടെ തൊട്ട് സൈഡിലായിട്ട് തന്നെ നമുക്കൊരു അടിപൊളി ലെപ്പേർഡിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാനും പറ്റിയില്ല. അങ്ങനെ നമ്മൾ ആനകളെല്ലാം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് തൊട്ട് സൈഡിൽ നിന്ന് ഈ കാണുന്നൊരു മ്ലാവ് ഓടി നേരെ മുകളിലേക്ക് കയറിയത്. ഈ റൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് മ്ലാവുകളെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ അവർക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡിൻ്റെ അവൈലബിലിറ്റിയും അതുപോലെ തന്നെ ഇടത്തെ സൈഡിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ലേക്കിൻ്റെ അവൈലബിലിറ്റിയാണ്. അങ്ങനെ മ്ലാവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ആനയെ നോക്കിയാണ് ഈ പോകുന്നത്. അങ്ങനെ ആനയെ നോക്കി പോയപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ഈ കാണുന്ന ഐറ്റം വന്നത്. ഇത് ഇവിടെയുള്ള ആളുകൾ വളർത്തുന്ന പോത്തുകളും എരുമകളുമാണ്. സാധാരണ വണ്ടി ഇങ്ങനെ വരികയാണെങ്കിൽ പോലും ഇവർ മാറി തരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നേരത്തെ റിസർവോയറിലെ വെള്ളത്തിൽ കുറച്ച് ജീവികൾ കിടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് വേറെ ആരുമല്ല, ഇവർ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയത് റോഡിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ആജാനബാഹുവായിട്ടുള്ള ഒരു കാട്ടിയായിരുന്നു. ഇതിലൂടെയുള്ള യാത്രയിൽ ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സൈറ്റിംഗ് ആണെങ്കിൽ പോലും നമ്മൾ ഈ പോകുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിൽ ഇവരെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെയാണ്. കാരണം ഇവരുടെ സൈഡിലൂടെ പാസ് ചെയ്യുന്ന ടൈമിൽ ഇവരെങ്ങാനും അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളൊരു ചെറിയ ടെൻഷനൊക്കെ നമ്മുടെ മനസ്സിൽ കാണുമല്ലോ. പക്ഷേ പൊതുവേ ഇവരങ്ങനെ വണ്ടികളെയോ അല്ലെങ്കിൽ ആളുകളെയോ ഒന്നും പോയിട്ട് അങ്ങനെ അറ്റാക്ക് ചെയ്യാറില്ല. എന്നാൽ ഇവർക്ക് ഭീഷണിയാകും എന്ന് ഉറപ്പുള്ള ഒരു സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തെ രീതിയിൽ അവർ തിരിച്ചറ്റാക്ക് ചെയ്യും. അങ്ങനെ കാട്ടിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കാണുന്നൊരു പാലം എത്തും. ഇതാണ് ഇവിടുത്തെ ആനക്കയം പാലം. മലക്കപ്പാറ യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആനകളെ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളത് വാഴച്ചാലോട്ട് ഈ ആനക്കയം പാലം വരെയുള്ള ഏരിയയിലാണ്. അങ്ങനെ നമ്മൾ പാലം എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴാണ് റോഡിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കുറച്ച് മ്ലാവുകൾ പാറയുടെ മുകളിലായിട്ട് നിൽക്കുന്നത് കണ്ടത്. ഇതേ പാറയിൽ തന്നെ ഇതിനു മുമ്പ് പല ആളുകളും പുലിയെ കണ്ടതായിട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് എവിടെയെങ്കിലും കണ്ണുകൾ തിളങ്ങുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയതിന് ശേഷമാണ് മുന്നോട്ട് പോയത്. നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് നേരത്തെ ആ പാലം പൊളിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പാലം പൊളിഞ്ഞുകൊണ്ട് തന്നെ കുറേ ദിവസങ്ങളിലേക്ക് ഈ റൂട്ടിലൊന്നും വണ്ടികൾ വിടുന്നുണ്ടായിരുന്നില്ല. വണ്ടികൾ കുറവായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ ഈ ഒരു റൂട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ആനിമൽസിനെ കിട്ടാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയത് വീണ്ടും ഒരു കൂരമാനായിരുന്നു. അതായത് നമ്മൾ നേരത്തെ കണ്ട മൗസ് ഡിയർ തന്നെ. മൗസ് ഡിയറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ജസ്റ്റ് അങ്ങ് മുന്നോട്ട് നീങ്ങിയപ്പോൾ തന്നെ റോഡിൻ്റെ സൈഡിലായിട്ട് 2 മ്ലാവുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ മ്ലാവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും ആനപ്പിണ്ടം നല്ല ഫ്രഷ് ആയിട്ടും അതുപോലെ തന്നെ കുറച്ച് പഴകിയതെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ മിക്കപ്പോഴും ആന നിൽക്കുന്നതാണെന്നുള്ളത് നമുക്ക് കൺഫേം ആണ്. ഇതുപോലുള്ള റൂട്ടിലൂടെയൊക്കെ പോകുമ്പോൾ ഇതുപോലെ റോഡെല്ലാം ശ്രദ്ധിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ആന ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ പോകുന്ന വഴിയിൽ ആന നടന്നിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലുള്ള പുല്ലെല്ലാം വലിച്ച് നമ്മൾ ഈ കാണുന്ന റോട്ടിലേക്ക് ഇട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടവും ആന ചൂരും എല്ലാം നമുക്ക് അറിയാനും പറ്റും.
പക്ഷേ ആന വരുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും വെച്ച് നമുക്ക് ആനയെ സ്പോട്ട് ചെയ്യാനും പറ്റില്ല. അതിന് ഇതുപോലുള്ള വളവുകളെല്ലാം തിരിഞ്ഞു പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം പോവുക. അങ്ങനെ വളരെ ശ്രദ്ധിച്ച് ഒരു വളവിങ്ങ് തിരിഞ്ഞു വന്നപ്പോഴാണ് ഈ നിൽക്കുന്ന ഒരു മെയിലായിട്ടുള്ള കാട്ടിയെ നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ആളുടെ ഒരു ഗാംഭീര്യമൊക്കെ കണ്ടില്ലേ? നമ്മൾ ഈ കാട്ടിലെല്ലാം കയറുമ്പോൾ എന്തൊക്കെ ആനിമൽസിനെ കണ്ടെന്ന് പറഞ്ഞാലും നല്ല മസ്കുലർ ആയിട്ടുള്ള ഇതുപോലൊരു കാട്ടിയെ കാണുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ പോകുന്ന റോഡിൻ്റെ നടുക്കോ അല്ലെങ്കിൽ തൊട്ട് സൈഡിലോ ഒക്കെ ആയിട്ട് കാണുമ്പോൾ. നമ്മൾ ഈ കാണുന്ന പാലം എന്ന് പറയുന്നത് നമ്മുടെ പെൻസ്റ്റോക്ക് പൈപ്പ് പോകുന്ന ആ ഒരു പാലമാണ്. ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് നമ്മുടെ വ്യൂ പോയിന്റ് വരെയുള്ള ഒരു ഏരിയ ആണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കൊമ്പനാനയായിട്ടുള്ള കബാലിയുടെ ആ ഒരു ഏരിയ. ഇവിടെ ഒരുപാട് ഈറ്റകളും അതുപോലെ വെള്ളം കുടിക്കാനുള്ള ഏരിയ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ആള് മിക്കപ്പോഴും ഈ ഒരു ഭാഗത്തൊക്കെ തന്നെയാണ് ചുറ്റിപ്പറ്റി നിൽക്കാറുള്ളത്. നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും നല്ല രീതിയിൽ കോടയും അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ കബാലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആള് റോട്ടിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ എത്ര വണ്ടി വന്നാലും എത്ര ഹോൺ അടിച്ചാലും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ആള് കഴിച്ചു തീരാതെ സൈഡിലേക്ക് മാറിത്തരില്ല. വണ്ടികളെ ഒന്നും പൊതുവെ അങ്ങനെ അറ്റാക്ക് ചെയ്യാറില്ലെങ്കിലും ഇതുപോലെ റോഡിൽ ആൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം ഇതുപോലെ റോഡ് ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുന്നത് ആളുടെ ഒരു സ്ഥിരം ശൈലി തന്നെയാണ്. എന്തായാലും ഈ റൂട്ടിൽ പലതവണ ട്രാവൽ ചെയ്തിട്ടും നമുക്ക് ഇതുവരെ കബാലിയെ കാണാനായിട്ട് പറ്റിയിട്ടില്ല. എന്തായാലും ഒരു തവണ കബാലി നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് കിടക്കുന്ന വഴിയുണ്ടല്ലേ, അതിലാണ് നമ്മുടെ അമ്പലപ്പാറ ഐബിയിലേക്ക് പോകുന്നത്. ഈ ഭാഗത്താണ് കഴിഞ്ഞ തവണ വന്നപ്പോഴേക്കും എനിക്ക് ലെപ്പേർഡിനെ കാണാൻ പറ്റിയത്. ലെപ്പേർഡിൻ്റെയും ടൈഗറിൻ്റെയും ഒക്കെ വളരെയധികം പ്രസൻസ് ഉള്ള ഒരു ഏരിയ ആണ് നമ്മുടെ അമ്പലപ്പാറ ഐബിയുടെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആ ഒരു കാടിൻ്റെ ഏരിയ. മിക്കപ്പോഴും ഈ ഭാഗങ്ങളിൽ ലെപ്പേർഡിനെയും ടൈഗറിനെയും പല ആളുകളും കണ്ടിട്ടുമുണ്ട്. ഇവിടെ നിങ്ങൾ യാത്ര ചെയ്യുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കബാലിനെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗം തൊട്ട് നമ്മുടെ വ്യൂ പോയിന്റ് വരെയുള്ള ഏരിയ വരെ കബാലിയെ എവിടെ വേണമെങ്കിലും നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ കബാലിയെ നോക്കി മുന്നോട്ട് പോയപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഈ കാണുന്ന മ്ലാവ് റോഡിന്റെ സൈഡിലേക്ക് ഓടി കയറി പോകുന്നത് കാണാനായിട്ട് പറ്റിയത്. അതിന്റെ തൊട്ടടുത്താണ് നമുക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ കാണുന്നൊരു സൈറ്റിംഗ് കിട്ടിയത്. ഇതെന്താണ് ഐറ്റം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മുടെ സാക്ഷാൽ നീലഗിരി മാർട്ടിൻ, അതായത് നെൽഗിരി മാർട്ടിൻ. ഒറ്റ നോട്ടത്തിൽ നമ്മുടെ മലയണ്ണാനെ പോലെയൊക്കെ തോന്നുമെങ്കിലും ആള് സാക്ഷാൽ നീലഗിരി മാർട്ടിനാണ്. ഇവരെ നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു മൊമെന്റ് ആണ്. എന്തായാലും ഒറ്റ ഫ്രെയിമിൽ തന്നെ 2 നീൽഗിരി മാർട്ടിനെ നമുക്ക് നൈറ്റ് ഡ്രൈവിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ലക്കി ആയിട്ടുള്ളൊരു മൊമെന്റ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ വാൽപ്പാറ റൂട്ടിൽ ഫസ്റ്റ് ടൈമാണ് നീൽഗിരി മാർട്ടിനെ നമ്മൾ സ്പോട്ട് ചെയ്യുന്നത്. ഈ കാടിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ഒരുപാട് തവണ നമ്മൾ ഈ കാട്ടിൽ കയറി ഇറങ്ങിയിട്ടുള്ളത് കൊണ്ടായിരിക്കണം കാട് ഇത്തവണ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളിലേക്ക് തന്നത്. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ യൂട്യൂബിലൂടെ ഫസ്റ്റ് ടൈം നീൽഗിരി മാർട്ടിൻ്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയതുകൊണ്ട് തന്നെ ഞാനും വളരെ ഹാപ്പിയാണ്. ഇതുപോലെ തന്നെ ഇവിടുന്ന് കടുവയുടെയും ലെപ്പേർഡിൻ്റെയും കാഴ്ചകളും നിങ്ങളിലേക്ക് എന്നെങ്കിലും ഒരു ദിവസം നമ്മുടെ ചാനലിലൂടെ എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വിശ്വാസം മാത്രമല്ല, അതെൻ്റെ വലിയൊരു ആഗ്രഹം കൂടിയാണ്. അങ്ങനെ നമ്മൾ കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് എത്തി. ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാമിൻ്റെ ആ ഒരു റിസർവോയർ ഏരിയ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും നമുക്ക് ഇറങ്ങി നിൽക്കാനായിട്ടും പറ്റില്ല. ഈ കാണുന്ന ഭാഗത്ത് വെച്ചാണ് കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോഴേക്കും നമുക്ക് ഫെറൽ ബഫലോ, അതായത് നാട്ടിൽ നിന്ന് കാട്ടിൽ പോയി കാടനായി മാറിയ നമ്മുടെ കാട്ടുപോത്തിനെ കാണാനായിട്ട് പറ്റിയത്. ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവർ ഈ കാട്ടിൽ നിന്ന് തടി പിടിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവന്ന കുറേ വാട്ടർ ബഫലോസ് ഉണ്ടായിരുന്നു. അവരിവിടെ നിന്ന് തിരിച്ചു പോയ ടൈമിൽ ആ പോത്തുകളെയും എരുമകളെല്ലാം കാട്ടിൽ തന്നെ ഉപേക്ഷിച്ചാണ് അവർ പോയത്. ഈ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട പോത്തുകളും എരുമകളും എല്ലാം ഈ കാട്ടിൽ തന്നെ പല തലമുറകളായിട്ട് കഴിഞ്ഞ് ഇപ്പോൾ അവർ ശരിക്കും വൈൽഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോത്തുകളെയും എരുമകളെയും എല്ലാം വെച്ച് നോക്കുമ്പോൾ അവരുടെ ആ ഒരു ബോഡി ഷേപ്പും കൊമ്പിൻ്റെ ആ ഒരു സ്ട്രക്ചറെല്ലാം നോക്കുമ്പോൾ പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. നമ്മുടെ വ്യൂ പോയിന്റ് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഈ കാണുന്നൊരു ഏരിയ, ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാനായിട്ട് സാധ്യത ഉള്ളത് ലെപ്പേർഡാണ്. അതിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ മലക്കപ്പാറ പോകുന്ന റൂട്ടിൽ
ഏറ്റവും കൂടുതൽ ലെപ്പേർഡിൻ്റെ സാന്ദ്രത അല്ലെങ്കിൽ കാണാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും ഈ ഭാഗങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ ലെപ്പേർഡിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ബോർഡുകളെല്ലാം വെച്ചിട്ടുള്ളതും കാണാം. നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് നൈറ്റ് ഈ ഒരു റൂട്ട് ആരും പോകാനായിട്ട് പ്ലാൻ ചെയ്യേണ്ട. കാരണം ആനയുടെ ആ ഒരു പ്രസൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്ന വഴിക്ക് ആന നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപകടം വരാനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നമുക്ക് കൃത്യമായിട്ട് ആനിമൽസിനെ കാണുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു ധാരണ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ നൈറ്റ് നമ്മൾ ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മൺസൂണും ഇനി അങ്ങോട്ട് കടുക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് നല്ല മഴയുള്ള ടൈമിലൊക്കെ നൈറ്റല്ല ഇനി പകലാണെങ്കിൽ പോലും ഈ റൂട്ടിൽ പോകുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കിയാണ്. കാരണം ഈ സൈഡിലെല്ലാം നിൽക്കുന്ന മരങ്ങൾ മിക്കതും വീഴാറായെല്ലാം നിൽക്കുന്നുണ്ട്. സൈഡിലെ മണ്ണെല്ലാം ഇടിയുന്നതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. നമ്മുടെ മഴക്കാലത്തൊക്കെയാണ് ഈ റൂട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ മണ്ണെല്ലാം ഇടിഞ്ഞ് ഈ കാണുന്ന മരങ്ങളിൽ ചിലതൊക്കെ റോട്ടിലേക്ക് വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് പരമാവധി ഈ റൂട്ടിലൂടെയുള്ള യാത്ര ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് റോഡിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ കുറച്ച് മുകളിലായിട്ട് ഒരു കുട്ടിക്കൊമ്പൻ ഇങ്ങനെ നിന്ന് പുല്ലെല്ലാം പറിച്ച് കഴിക്കുന്നത് കാണാനായിട്ട് പറ്റിയത്. നമ്മൾ എത്തിയ ടൈമിൽ ആള് കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലായിരുന്നു നിന്നിരുന്നത്. നമ്മുടെ വണ്ടിയുടെ വെട്ടം കണ്ടപ്പോൾ ആള് പയ്യെ നടന്ന് ആ മരത്തിൻ്റെ പുറകിൽ പോയിട്ട് ഒളിക്കാനായിട്ട് ശ്രമിച്ചാണ് നമ്മൾ ഈ കാണുന്നത്. പക്ഷേ ആളുടെ തല മാത്രമാണ് മരത്തിൻ്റെ പുറകിൽ പോയുള്ളൂ എന്ന് മാത്രം. നമ്മൾ സാധാരണ കാടുകളിലൊക്കെ ഇതുപോലെ ട്രെക്കിങ് പോകുന്ന ടൈമിലും ആനകളെ കാണുമ്പോൾ ആനകൾ ഇതുപോലെ തന്നെ നമ്മളെ കാണാതെ ഒളിച്ചെല്ലാം നിൽക്കാറുണ്ട്. ആള് തലയെല്ലാം ഇതുപോലെ തന്നെ പാറയുടെയോ അല്ലെങ്കിൽ മരത്തിൻ്റെയൊക്കെ പുറകിലാക്കി നിൽക്കുമെങ്കിലും നമ്മളിപ്പോൾ കണ്ട രീതിയിൽ തന്നെ ബോഡിയും വാലും ചെവിയെല്ലാം നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കാണാനും പറ്റാറുണ്ട്. അങ്ങനെ ആനയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ പോകുന്ന റോട്ടിലെ നടുക്ക് തന്നെ ഒരു ചെറിയ കൂരമാനെ കാണാനായിട്ട് പറ്റിയത്. നമ്മൾ വളരെ സ്ലോ ആയിട്ട് വന്നുകൊണ്ടാണ് ഈ കൂരമാൻ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. കുറച്ച് സ്പീഡിലാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ ആനിമൽസൊക്കെ റോഡിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഒരുപക്ഷെ അവർക്ക് ഓടി സൈഡിലേക്ക് മാറാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി തട്ടി അവർക്ക് എന്തെങ്കിലും അപകടം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ കാട്ടിലൂടെ എല്ലാം പോകുമ്പോൾ വളരെ സ്ലോ ആയിട്ട് കാടും അതിൻ്റെ സൈഡെല്ലാം ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോവുക. അങ്ങനെ ഫൈനലി നമ്മൾ നേരെ മലക്കപ്പാറ എന്ന് പറയുന്ന ആ ഒരു ചെറിയ ടൗണിലേക്ക് എത്തി. കുറച്ച് ഷോപ്സും അതുപോലെ തന്നെ വീടുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തും. നമുക്ക് വാഴച്ചാലിൽ നിന്ന് തന്ന ആ ഒരു ടോക്കൺ നമ്മൾ നേരെ ചെക്ക് പോസ്റ്റിൽ കൊടുക്കണം. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ വാൽപ്പാറ ഭാഗത്തൊക്കെ കറങ്ങി തിരിച്ച് നൈറ്റ് അതിരപ്പള്ളി റൂട്ടിൽ പോയി നമ്മുടെ ഏഴാറ്റുമുഖത്ത് എത്തിയപ്പോൾ കിട്ടിയ കാഴ്ചയാണ് ഈ കാണുന്നത്. ഏഴാറ്റുമുഖത്ത് നമ്മുടെ പനകളൊക്കെ നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ ഒരു ചെറിയ കൊമ്പൻ ഇങ്ങനെ നിന്ന് ആ പന കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പോകുന്ന വഴിക്ക് മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ പന മറിച്ചിട്ട് നിൽക്കുന്ന ആനകൾ നമുക്ക് ഏഴാറ്റുമുഖം ഭാഗത്ത് കാണാനായിട്ട് പറ്റും. കാരണം ആനകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ഇവിടെയുള്ള പനകൾ തന്നെയാണ്. ഈ പനകൾ മാത്രമല്ല, അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ആ ഒരു പുഴയെല്ലാം പോകുന്നതുകൊണ്ട് തന്നെ ആനകൾക്ക് വെള്ളം കുടിക്കാനായിട്ടുള്ള അവൈലബിലിറ്റി അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ കുട്ടിക്കൊമ്പൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് ചെന്നപ്പോഴാണ് ഈ കാണുന്ന ഒരു ആനയെ കണ്ടത്. ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തിരി കുപ്രസിദ്ധമായിട്ടുള്ള ഇവിടുത്തെ ഒരു മോഴയാനയാണ്. നമ്മൾ ഈ കാണുന്ന ആന ആണാനയാണെങ്കിൽ പോലും അതിന് കൊമ്പില്ല. ഇവിടെ ഇത്തിരി അഗ്രസീവായിട്ടുള്ള ഒരു ആന ആയതുകൊണ്ട് തന്നെ ഇതിലൂടെ പോകുന്ന വണ്ടികളുടെ നേരെല്ലാം ചാർജ് ചെയ്യാനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇനി എങ്ങാനും നമ്മുടെ വണ്ടിയുടെ നേരെ വരികയാണെങ്കിൽ എടുത്തുകൊണ്ട് പോകാനുള്ള ഭാഗത്തിനെല്ലാം റെഡി ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ നമ്മൾ വണ്ടി റേസ് ചെയ്തും ലൈറ്റ് അടിച്ചും ഹോൺ അടിച്ചും ഒന്നും ആൾ ഡിസ്റ്റർബ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആയിരിക്കണം ആൾ സൈഡിലൂടെ മാറി നേരെ ബാക്കിലേക്ക് പോവുകയാണ്.
എന്തായാലും ഈ നൈറ്റ് ഡ്രൈവിൽ ഇതുപോലെ മോഴയാനെല്ലാം അടുത്ത് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം കുറച്ച് പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ മോഴയാനയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് ഏകദേശം ഒരു 10-12 ആനകൾ ഒരുമിച്ച് നിന്ന് ഒരു പന കുത്തിയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏഴാറ്റുമുഖം റൂട്ടിൽ ഇതൊരു സ്ഥിരം കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പും ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ദിസ് ഇസ് സാം.